ബാങ്ക് ഓഫ് ജപ്പാൻ നടത്തിയ ബിസിനസ് സെന്റിമെന്റ് സർവേയിൽ രാജ്യത്തെ ബിസിനസ് സെന്റിമെന്റിന് മാറ്റമില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഏഷ്യൻ വിപണിയിൽ ജപ്പാന്റെ ഇൻഡെക്സ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ജപ്പാന്റെ ഇൻഡെക്സ് 1.5% ഉയർന്നു. മറ്റ് പല ഏഷ്യൻ വിപണികൾക്കും ഇന്ന് അവധിയാണ്. അതേസമയം ഓസ്ട്രേലിയൻ ഇൻഡെക്സ് ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഇൻഡെക്സുകൾ പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. നാസ്ഡാക്ക് 0.38ഉം S&P 0.42% ഉയർന്നു. യൂറോപ്യൻ ഇൻഡെക്സിൽ ഗ്ലോബൽ മാർക്കറ്റ് വോളറ്റൈൽ ആയതുകൊണ്ട് ഡാക്സ് 0.7ഉം CSE 2% ഇടിഞ്ഞും ഫഡ്സെ 1.02% ഇടിഞ്ഞുമാണ് ക്ലോസിംഗ് നൽകിയത്. കഴിഞ്ഞ ദിവസം ഗ്ലോബൽ സെന്റിമെന്റ് മോശമായതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിലും ഹെവി സെല്ലിംഗ് കാണാൻ സാധിച്ചു. റിലയൻസ് ഇൻഡസ്ട്രീസ്, ICICI പോലുള്ള ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ വന്ന് സെല്ലിംഗ് പ്രഷറിന്റെ പശ്ചാത്തലത്തിൽ ഇൻഡെക്സ് 1.41% ഇടിഞ്ഞ് 25,810 ക്ലോസിംഗ് നൽകിയത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് സെല്ലറായി മാറുകയും 9,791 കോടിയുടെ സെല്ലിംഗ് നടത്തുകയും ചെയ്തു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ തുടർച്ചയായ 6ാമത്തെ ട്രേഡിംഗ് സെഷനിലും ബൈയിങ് സൈഡിലായിരുന്നു. 6,645 കോടിയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് കൽപ്പത്താരു പ്രോജക്റ്റ് ഇൻ്റർനാഷണൽ. കൽപ്പത്താരു പ്രോജക്റ്റ് ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്ക് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിൻ്റെ ഭാഗമായി ഓവർസീസ് മാർക്കറ്റിൽ നിന്നും 1,241 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. NTPC എന്ന കമ്പനി 25 ഗിഗാവാട്ട് റിന്യൂവബിൾ എനർജി പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് രാജസ്ഥാൻ ഗവൺമെൻറ്റുമായി ഒപ്പുവെച്ചു. ഓട്ടോമൊബൈൽ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. വിവിധ ഓട്ടോമൊബൈൽ കമ്പനികളുടെ സെയിൽസ് ആൻഡ് പ്രൊഡക്ഷൻ റിപ്പോർട്ട് പുറത്തുവരും. ടാറ്റ മോട്ടോഴ്സ്, ഏഷ്യർ മോട്ടോർ, ബജാജ് ഓട്ടോ തുടങ്ങിയ സ്റ്റോക്കുകൾ ഫോക്കസിലായിരിക്കും. ബാങ്ക് ഓഫ് ഇന്ത്യ 3,500 കോടി രൂപ QIP വഴി ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതിനുവേണ്ടി കമ്പനി അതിൻ്റെ 8.6% സ്റ്റേക്കുകൾ, അതായത് 61 കോടി ഷെയറുകൾ 57 രൂപ 36 പൈസ എന്ന റേഞ്ചിൽ സെൽ ചെയ്യും. ടാറ്റ പവർ എന്ന കമ്പനി രാജസ്ഥാൻ ഗവൺമെൻറ്റുമായി ചേർന്ന് ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്മിഷൻ, ഗ്രീൻ ട്രാൻസിഷൻ സെഗ്മെൻറ്റിൽ 1.2 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഒപ്പുവെച്ചു. ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ് അതിൻ്റെ ഷിപ്പിംഗ് കോസ്റ്റ് ഉയർത്തുകയാണ്. 9 മുതൽ 12% ഷിപ്പിംഗ് കോസ്റ്റ് വർധനവാണ് കമ്പനി നടപ്പിലാക്കാൻ പോകുന്നത്. പുതുക്കിയ ഷിപ്പിംഗ് കോസ്റ്റ് ജനുവരി 1, 2025 മുതൽ പ്രാബല്യത്തിൽ വരും. SW റിന്യൂ എനർജി എന്ന കമ്പനിയുടെ പ്രൊമോട്ടറായ ഷപൂർജി പലൻജി കമ്പനിയുടെ 5.8% സ്റ്റേക്കുകൾ സെപ്റ്റംബർ 20 കമ്പനിയുടെ 5.8% സ്റ്റേക്കുകൾ സെൽ ചെയ്തു. കൂടാതെ PC ജുവലറി എന്ന കമ്പനിയെയും അല്ലെങ്കിൽ PC ജുവലർ എന്ന കമ്പനിയെ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. കമ്പനി 1:10 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആൽഫ ജിയോ എന്ന കമ്പനിക്ക് ഡേറ്റ അക്വിസിഷനുമായി ബന്ധപ്പെട്ട് 132 കോടി രൂപയുടെ ഓർഡർ ഓയിൽ ഇന്ത്യയിൽ നിന്നും ലഭിച്ചു. അൾട്രാടെക് സിമെൻറ്റ് എന്ന കമ്പനി കണ്ടിനം MB വിൻഡ് ഫാമിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 3.28% നിന്നും 5.4% ഉയർത്തുകയും 24 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ചെയ്തു. സ്റ്റെറൈൽ ഇഞ്ചക്റ്റബിൾ ഫെസിലിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി പിരാമൽ ഫാർമ $80 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ടാറ്റ സ്റ്റീൽ UK പോർട്ട് ടാൽബോട്ടിലുള്ള കമ്പനിയുടെ ബ്ലാസ്റ്റ് ഫർണസ് അടച്ചു, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻസ് അവസാനിപ്പിച്ചു. ഇന്ത്യ ഗ്ലൈക്കോൾ എന്ന സ്റ്റോക്കിനെ കപ്പാസിറ്റി എക്സ്പാൻഷൻ പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാവുന്നതാണ്. ഗ്രെയിൻ ബേസ്ഡ് ഡിസ്റ്റിലറി കപ്പാസിറ്റി 100 കിലോലിറ്റർ പെർ ഡേ ആയിട്ടും ബയോഫ്യൂവൽ എഥനോൾ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി 180 കിലോലിറ്റർ പെർ ഡേ ആയിട്ടും കമ്പനി ഉയർത്തിയിട്ടുണ്ട്. വാല്യൂ ആഡഡ് കെമിക്കൽ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷനും 2,500 മെട്രിക് ടൺ പെർ ആനമായി കമ്പനി ഉയർത്തിയിട്ടുണ്ട്. തോമസ് കുക്ക് എന്ന കമ്പനി അതിർത്ത് ടെക്നോളജിയുമായി ചേർന്ന് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൊല്യൂഷൻ ട്രാവൽ സെക്ടറിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. IPCI ലബോറട്ടറീസിൻ്റെ സബ്സിഡറി കമ്പനിയായ ബെയ്ഷോർ US ബേസ്ഡ് കമ്പനിയായ യൂണികെമിന് ജനറിക് ബിസിനസ്സിന് $10 മില്യൺ സെൽ ചെയ്തു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.